സുകുമാരൻ നായരെ കാണാനില്ല എന്നൊരു വാർത്ത കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് എടുത്തിരുന്നു. അതിലൊരു ക്ഷമ ചോദിക്കുകയാണ്. സുകുമാരൻ നായർ ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് NSS വിചാരിച്ചാൽ പലതും ചെയ്യാം, കേരളത്തിന്റെ മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. സതീശൻ അഹങ്കാരിയാണ്. 2 തവണ അനുമതി ചോദിച്ചു കാണാൻ, സതീശൻ അനുമതി നിഷേധിച്ചു. ഞങ്ങളെ പ്രകോപിപ്പിച്ചാൽ ഞങ്ങൾ പലതും ചെയ്യും, സർക്കാരിനെ താഴെ ഇറക്കുമെന്നാണോ പറയുന്നത്? എന്തായിരിക്കാം? അല്ല, ഞാൻ കാണുന്നത് നേരത്തെ ധന്യയുടെ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കാം സുകുമാരൻ നായർ പ്രതികരിച്ചു. എങ്ങനെ കണക്കാക്കാം? കാരണം വെച്ചാൽ അദ്ദേഹത്തെ കാണാനില്ലെന്നൊക്കെ പറഞ്ഞ കാലത്ത് നിലവിളിക്കണ്ടേ, എന്താ അദ്ദേഹം എത്തിയിരിക്കുന്നു. സുകുമാരൻ നായർ ഒരു സമുദായ സംഘടനയുടെ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന് അവതരിപ്പിക്കാം. ആർക്കും അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ അതെല്ലാം ചിലപ്പോഴൊക്കെ വ്യക്തിപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളായി മാറുമ്പോൾ അത് ആളുകൾക്ക് അത്ര സൂഹിക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. സതീശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറേ കാലം മുമ്പ് തന്നെ തുടങ്ങിയൊരു കാര്യമാണ്. സതീശൻ സുകുമാരൻ നായരുടെ അടുത്ത് ചെല്ലുകയും വോട്ട് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് അദ്ദേഹം പറവൂരിലുള്ള NSSൻ്റെ നേതാക്കളെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ശരിയായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് അവർ തമ്മിൽ തെറ്റുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അതിൻ്റെ തുടക്കം അങ്ങനെ ഒരു സമുദായ നേതാക്കളുടെ തിണ്ണ ഞാൻ നിരങ്ങില്ല എന്ന് സതീശൻ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ തുടർന്നാണ് സുകുമാരൻ നായർ എൻ്റെ തിണ്ണ ഇറങ്ങാനായിട്ട് സതീശൻ വന്നിരുന്നു എന്നുള്ള രീതിയിൽ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ സതീശൻ വളരെ ശക്തമായിട്ട് അതിനെതിരെ നിലപാടെടുത്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയായിരിക്കും. സതീശൻ മുഖ്യമന്ത്രി ആകാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല സുകുമാരൻ നായർ, നമുക്കറിയാം അല്ലേ? ആഗ്രഹിച്ചിരുന്നോ? അയ്യോ ഇല്ല, ഒട്ടും ഉണ്ടാവില്ല. പക്ഷേ മുഖ്യമന്ത്രിയായ സമയത്ത് സമുദായ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കാണേണ്ടി വരും. മുഖ്യമന്ത്രിയോട് അനുവാദം ചോദിച്ചിട്ടുണ്ടാകാം. മുഖ്യമന്ത്രി അദ്ദേഹത്തെ അനുവദിക്കേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരന്. കാരണം ഇത് സതീശനും സുകുമാരൻ നായരും അല്ല, ഇത് മുഖ്യമന്ത്രിയും NSSൻ്റെ ജനറൽ സെക്രട്ടറിയുമാണ്. അവർക്ക് പരസ്പരം പല കാര്യങ്ങളും സംസാരിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് അനുവാദം ചോദിച്ചാൽ അനുവാദം കൊടുക്കേണ്ടതാണ്. കൊടുക്കാത്ത എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇതൊരു സുഖകരമായ കാര്യമല്ല. മാത്രമല്ല, സുകുമാരൻ നായർ പറയുന്ന ഇത്തരം വാചകങ്ങൾക്കൊരു പ്രസക്തിയില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് പലതും ചെയ്യാൻ കഴിയും. ഇദ്ദേഹത്തിന് ആ കാര്യത്തിലൊന്നും ചെയ്യാനായിട്ട് കഴിയുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ NSSൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അധികാരപരിധിയിൽ പലതും ചെയ്യാനായിട്ട് വരും. ഓരോരുത്തർക്കും ഓരോ ലോകങ്ങളുണ്ട്. അവരവരുടെ ലോകങ്ങളിൽ അവർക്ക് പ്രവർത്തിക്കാം. മറ്റൊരാളുടെ ലോകത്ത് കയറി പ്രവർത്തിക്കാൻ പറ്റും എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ശരിയല്ലാത്ത കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. സാറിന് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, 2 പേരുടെ ഭാഗത്തും ഈ കാര്യത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, NSS വെറും ഒരു സാമുദായിക പ്രസ്ഥാനമല്ല. കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കരണത്തിൽ വലിയ പങ്ക് വഹിച്ച സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ള ഒരു മൂവ്മെൻ്റാണ്. അപ്പോൾ സുകുമാരൻ നായർ NSS ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു കത്തോ ഒരു അപേക്ഷയോ ഒരു വിസിറ്ററോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വന്നാൽ അർഹിക്കുന്ന പരിഗണന കൊടുക്കണം. അത് കൊടുക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ 2 തവണ എന്നിട്ടും NSSൻ്റെ ജനറൽ സെക്രട്ടറിയെ കാണാൻ കൂട്ടാക്കാതെ? ആ കസേരയിലിരിക്കുന്ന ആൾ ആരാവട്ടെ, എത്ര കാലിബർ ഉള്ള ആളാവട്ടെ ഇല്ലാത്ത ആളാവട്ടെ, റെപ്യൂട്ടേഷൻ ഉള്ള ആളാവട്ടെ ഇല്ലാതാവട്ടെ, NSSന് കൊടുക്കേണ്ട ഒരു പരിഗണന കേരള ചരിത്രം ആവശ്യപ്പെടുന്നുണ്ട്. സതീശൻ എന്തുകൊണ്ട് അത് കൊടുത്തില്ല എന്ന് ഇനി സതീശനാണ് പറയേണ്ടത്. നമ്മളത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കാരണം ലേറ്റസ്റ്റ് ഇപ്പോൾ കിട്ടിയ വിവരമാണ്. 2, ഭരണഘടനാദത്തമായ പദവിയോട് അർഹിക്കുന്ന ആദരവ് എല്ലാ സാമുദായിക നേതാക്കളും തിരിച്ചും കൊടുക്കണം. ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ധാരാളം ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ്, സാക്ഷാൽ സുകുമാരൻ നായർക്കും കുടുംബത്തിനു പോലും ചെയ്തു കൊടുത്ത സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമത്തെ ഒരു കാര്യം അതാണ്. വെറുതെ പറയുന്നതാണ്. ഭരണം ഒരു ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഒരു മുഖ്യമന്ത്രിക്ക് ഒരു രാജ്യത്ത് അദ്ദേഹം നമുക്ക് ഇഷ്ടപ്പെട്ട ആളാവാം, അല്ലാതെ ഇരിക്കാം. ഭരണഘടനാ പദവിയിൽ, മുഖ്യമന്ത്രി പദവിയിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി പലതും ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഒരു സമുദായ നേതാവിനേക്കാളും എത്രയോ ഏറെ ചെയ്യാൻ പറ്റിയ ഒരാളാണ്. ആ സമുദായത്തിന് പോലും ആ വെൽഫെയർ വേണ്ടി വരും. എനിക്ക് തോന്നുന്നു സതീശനോട് ഒരു തരം കലിപ്പ് കഴിഞ്ഞ കുറെ കാലമായി. സതീശനും എനിക്ക് കാരണക്കാരനാവാം.
അത് രണ്ടുപേർക്കും ഉണ്ട്. കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിപരമായിട്ടുള്ള കലിപ്പുകൾ വെച്ച് പുലർത്തേണ്ടതല്ല, പുലർത്താൻ പാടില്ല. വേറെ വിഷയം. എനിക്ക് തോന്നുന്നു കുറെ കൂടി സ്ട്രാറ്റജിക്കലായി ഈ ഇദ്ദേഹം പറഞ്ഞ പണ്ടത്തെ ഒരു വിഖ്യാതമായ പ്രയോഗം ഉണ്ടല്ലോ, സുകുമാരൻ നായരുടെ ഈ സമദൂര സിദ്ധാന്തം എന്ന് പറയുമല്ലോ, അതിനേക്കാളും കൃത്യമായി NSS അതിന് ചരിത്രപരമായി സ്വീകരിച്ച ഒരു സമീപനമുണ്ട്. NSS നായർ സർവീസ് സൊസൈറ്റി ആണല്ലോ. സാക്ഷാൽ മന്നത്ത് പത്മനാഭന്റെ ഒരു ചരിത്രം എന്നേക്കാൾ നന്നായിട്ട് പിയേഴ്സൺ സാറിന് അറിയാലോ. മന്നത്ത് പത്മനാഭൻ ഒരു ചരിത്രഘട്ടത്തിൽ കാണിച്ചൊരു മാതൃകയുണ്ട്. എങ്ങനെയാണ് ഒരു പബ്ലിക് ലൈഫിലുള്ള പൊതുജീവിതത്തിൽ വിരാജിക്കുന്ന ഒരു നായർ പൗരനെ എങ്ങനെയാണ് NSS കാണേണ്ടത്? ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാക്ഷാൽ തോപ്പിൽ ബാസി മത്സരിക്കുന്നു. നാട്ടുകാരൊക്കെ തോപ്പിൽ ബാസിയോട് പറഞ്ഞു, അങ്ങ് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും മന്നത്തിനെ ഒന്ന് പോയി കാണണം, എന്നാൽ നായർ സമുദായത്തിന്റെ വോട്ട് കിട്ടും. തോപ്പിൽ ബാസി ശക്തമായ നിലപാട്, സോറി ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, അതുകൊണ്ട് ഒരു സമുദായ നേതാവിനെ കണ്ടിട്ട് എനിക്ക് ജയിക്കണ്ട. ഇത് മന്നത്ത് പത്മനാഭന്റെ ചെവിയിൽ 1000 എത്തിക്കുമല്ലോ, 1000 തവണ എത്തിക്കുമല്ലോ. മന്നത്തെടുത്ത നിലപാട് എന്താണെന്നറിയോ? അവനാണ് ചുണയുള്ള നായർ, അവൻ ജയിക്കട്ടെ എന്ന്. ഈ നിലപാടെന്ന് എടുത്തു നോക്കൂ സുകുമാരൻ നായർ. സതീശൻ NSSനോട് പുലർത്തുന്ന നിലപാട് എന്താവട്ടെ? പുതിയ കേരളത്തിൽ VS അച്യുതാനന്ദൻ തൊട്ട് പിണറായി വിജയൻ വരെയുള്ള ഈഴവന്മാർ നയിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷം. എന്നാൽ രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും നായർ സമുദായത്തിൽ നിന്ന് വളർന്നു വന്ന KC വേണുഗോപാലായാലും നായർ സമുദായത്തിൽ നിന്ന് വളർന്നു വന്ന വലിയ നേതാക്കന്മാർ കോൺഗ്രസിനെ നയിക്കുന്ന ഒരു കാലം. സമുദായ സ്നേഹിയാണെങ്കിൽ എടുക്കേണ്ട നിലപാട് എന്താ? സ്ട്രാറ്റജിക്കലായിരിക്കണം, തന്ത്രപൂർവ്വമായിരിക്കണം. ഏത് നായരായാലും ആര് ജയിച്ചാലും ഞങ്ങൾ അല്ലേ, അങ്ങനെയാണ് ചെയ്യുന്നത്. അതല്ലേ സ്വീകരിക്കേണ്ടത്? ഏത് നായരായാലും. ഇപ്പൊ അത് സാക്ഷാൽ ശശി തരൂരാണെങ്കിൽ പോലും, ലണ്ടൻ നായരായാലും പാലക്കാട് നായരായാലും ഇവിടുത്തെ നായരായാലും നേമം നായരായാലും ആരാവട്ടെ, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു നിലപാടെടുക്കുക വേണ്ടി ഇത് സ്വീകരിച്ചില്ല. ഇനിയിപ്പോ വേറൊരു കാര്യം കൂടി, പുതിയൊരു യാഥാർത്ഥ്യ ബോധം സാക്ഷാൽ ആദരണീയനായ സുകുമാരൻ നായർക്ക് വേണം. ഒന്ന്, ഒരു പക്ഷേ കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റിനെ തോൽപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, 2 സമുദായ നേതാക്കന്മാർ പരസ്യമായി അവസാന കാലത്ത് പിണറായി വിജയൻ കൊടുത്ത പിന്തുണയാണ്. അങ്ങ് യോജിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പിന്തുണ കൂടി സാക്ഷാൽ പിണറായി വിജയന്റെ പരാജയത്തിൽ പങ്കുവച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഇദ്ദേഹം ഓർക്കേണ്ട ഒരു കാര്യം, നായർ സമുദായത്തിലെ മഹാഭൂരിപക്ഷവും സമുദായ സ്നേഹത്തോടൊപ്പം രാഷ്ട്രീയ സ്നേഹം വെച്ചു പുലർത്തുന്നവരാണ്, രാഷ്ട്രീയ ബോധമുള്ളവരാണ്. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സുകുമാരൻ നായരോടോ വെള്ളോപ്പള്ളിയോടോ ചോദിക്കുകയാണെങ്കിൽ ആരൊക്കെ തോൽക്കണം കേരളത്തിൽ? ഇവർക്ക് ഇഷ്ടമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച എത്ര പേരെയാണ്, വെള്ളാപ്പള്ളിക്ക് ഇഷ്ടമില്ലാത്ത എത്ര പേരെയാണ് കേരളത്തിലെ ഈഴവ സമുദായം ജയിപ്പിച്ചത്? സുകുമാരൻ നായർക്ക് ഇഷ്ടമില്ലാത്ത എത്ര പേരെയാണ് നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കേൾക്കൂല? ആ ബോധം അയാൾക്ക് വേണം, അദ്ദേഹത്തിന് വേണം. അതുകൊണ്ട് അദ്ദേഹം ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞാലും VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ NSSന് വേണ്ടി പോലും ചെയ്യാൻ പറ്റുമെന്ന യാഥാർത്ഥ്യം അദ്ദേഹം അംഗീകരിക്കേണ്ടതാണ്. 2, അദ്ദേഹത്തിന് ഇപ്പോഴും ബോധമില്ലാത്തത് NSS ഒരു സമുദായ സംഘടനയാണ്, അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി NSS രൂപീകരിച്ചിട്ട് ദയനീയമായിട്ട് ചരിത്രത്തിന്റെ ഭാഗമായി മണ്ണടിഞ്ഞു പോയ ചരിത്രമുണ്ട് കേരളത്തിൽ. ആ പാഠം കൂടി ഓർമ്മയുണ്ടോ? ഉണ്ടായിരുന്നു. NDP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു. അല്ല, കേരളത്തിൽ സമുദായ നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കളും പരസ്പരം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അവശേഷിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയത്തിൻ്റെ മേഖലകളെ തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയത്തെ അംഗീകരിക്കാനായിട്ട് സമുദായ നേതാക്കളുടെ ലോകത്തെ തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയ നേതാക്കളും പെരുമാറിക്കേണ്ടതാണ്. ഇത് പരസ്പര ബഹുമാനത്തോടുകൂടി, അതേപോലെ പരസ്പരമായിട്ടുള്ള സതുദ്ദേശത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ആവശ്യകത നമ്മുടെ മുന്നിലുണ്ട്. ഒരിക്കലും സമുദായ നേതാക്കളെ, രാഷ്ട്രീയ നേതാക്കളെ ആക്ഷേപിച്ച് സംസാരിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അതേപോലെ രാഷ്ട്രീയ നേതാക്കൾ സമുദായ നേതാക്കളെയും ആക്ഷേപിച്ച് സംസാരിക്കാൻ പാടില്ല. അത് 2 തരത്തിലുള്ള എൻറ്റിറ്റികളാണ്. ഇവർ പരസ്പരം ബഹുമാനിക്കുകയും അതേപോലെ തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ മാത്രമാണ് ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന സാധ്യതയുള്ളൂ. അതുപോലെ ഒറ്റ രാഷ്ട്രീയ നേതാവും ഒരു സമുദായ നേതാവിൻ്റെയും തിണ്ണ നിറങ്ങേണ്ടതില്ല. അവരുടെ ജോലി അതല്ല. അവരുടെ ജോലി രാഷ്ട്രീയ പ്രവർത്തനമാണ്. അവർ കൃത്യമായിട്ട് സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരും, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതയാണ്, അത് വളരെ വിശാലമാണ്. എല്ലാ സമുദായങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് ക്യാരക്ടർ അതിനകത്തുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. അതിൽ നായരുണ്ടാവും, പുലയനുണ്ടാവും, ഈഴവനുണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, പാഴ്സി ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും, എല്ലാ മുസ്ലിങ്ങളുണ്ടാവും. നമ്മുടെ സത്യപ്രതിജ്ഞയിൽ പറയുന്നത് പോലെ ആരോടും പ്രീണനമോ
വിരോധമോ ഇല്ലാതെ ഇല്ലാത്ത തരത്തിൽ പ്രവർത്തിക്കുന്നവര്. അതാണ് ആ മതേതര സ്വഭാവം എന്ന് Yes. പറയുന്നത്. അത് നമുക്ക് എത്രമാത്രം കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയുന്നുവോ അതാണ് കേരളത്തിന്റെ വിജയം. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ സുകുമാരൻ നായരുടെ അതേപോലെ സതീശന്റെ നിലപാടുകൾ വിലയിരുത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും.